നമസ്കാരം. ഗാനസനം സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ ഹാർമോണിയം ക്ലാസ്സിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരവീണ എന്ന മോഹനരാഗത്തിലുള്ള ഒരു ഗീതം കുറച്ച് പഠിച്ചായിരുന്നു. നിങ്ങളത് വളരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു. അത് വായിക്കാൻ പഠിച്ച് കാണും, പഠിപ്പിച്ചിരിക്കുന്ന ഭാഗം പഠിച്ച് കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്കിന്ന് അതിൻ്റെ ബാക്കി ഭാഗം ഇന്നെടുക്കാം. പക്ഷെ മോഹനരാഗത്തിൻ്റെ ആരോഹണം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് സ്കെയിൽ ഒന്നിനാണ് വായിക്കുന്നത് കേട്ടോ. ടി. ഇതാണ് ആരോഹണം. സരി ഗ പാദ സാധ പ ഗരി സ. നമുക്കിനി ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഗ ഗ പ പ ത പ സാ സ രി സ ദ ദ പ ദ പ ഗ ഗ രി ഗ പ ദ സ ധ ദ പ ഗ ഗ രി ഗ ഗ ദ പ ഗ പ ഗ ഗ രി സ. ഇത്രയാണ് പഠിച്ചിരുന്നത്. ഇനി നമുക്ക് ബാക്കി ഗ ഗ ഗ ഗ ഒന്നൂടെ ഗ ഗ ഗ ഗ രി ഗ പ ഗ പ പ. ഒന്ന് നോക്കാം. ഗ ഗ ഗ ഗ രി ഗ പ ഗ പ പ ഗ ഗ ദ പ ദ പ ദ സ സ. ഒന്നൂടെ ഗ ഗ ഗ ഗ രി ഗ പ ഗ പ പ ഗ ഗ ദ പ ദ പ ദ സ സ. പെട്ടെന്ന് നമുക്ക് ഈ ഫിംഗറിങ് ഇവിടെ ഇത് കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് അടുത്തത് പാടുമ്പം ഈ സ്കെയിൽ നമുക്ക് ഇങ്ങനെ അടുത്ത സാലിലേക്ക് പോകുമ്പോൾ നമുക്ക് വായിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ വിരൽ നമ്മളിവിടെ ഇപ്പം കൊണ്ടുവന്നത് കേട്ടോ. ഉണ്ടോ? പെട്ടെന്ന് നമുക്ക് ഈ ഫിംഗറിങ് ഇവിടെ ആയി. ഗ പ ദ സ ദ പ ദ പ ഗ ഗ രി സ. ഉണ്ടോ? ഒന്നാണ് പാടാവേ. ദ ഗ രി രി സ സ ത സ ദ ദ ദ പ ഗ പ ദ സ ദ പ ദ പ ഗ ഗ രി സ. ഇത്രയായില്ലേ? സരി ഗ ഗ ഗ രി പ ഗ രി സരി സ ഗ രി സ രി ധ സ സ. ഒന്നൂടെ സരി ഗ ഗ നോക്കാം. ഗ ഗ ഗ ഗ രി ഗ പ ഗ പ പ ഗ ഗ ദ പ ദ പ ദ സ സ ദ ഗ രി രി സ സ ദ സ ദ ദ ദ പ ഗ പ ദ സ ദ പ ദ പ ഗ ഗ രി സ. സരി ഗ ഗ ഗ രി പ ഗ രി സരി സ ഗ രി സ രി ധ സ സ. ഇപ്പം ഈ നൊട്ടേഷൻ എത്രയേ ഉള്ളൂ.
ഇനി നമുക്ക് ഇതിൻ്റെ സാഹിത്യം നമുക്ക് എങ്ങനെ ഇപ്പം ക ഗ പ പ എന്ന് പറഞ്ഞ പോലെ തന്നെ വരവീണ കണ്ടോ, വരവീണ ഗ ഗ പ പ വരവീണ മൃദുപാണി. അപ്പം നൊട്ടേഷൻ ദ പ സ സ മൃദുപാണി കേട്ടോ, വരവീണ മൃദുപാണി വനരുഹലോ രിസദദപ വനരുഹലോ ജനറാണി പറയാം. വരവീണ മൃദുപാണി വനരുഹലോ ജനറാണി സുരുചിരഭം. അപ്പം എൻ്റെ നൊട്ടേഷൻ എങ്ങനെ വരും? ഗ പദ സധ സുരുചിരഭം ഹരവേണി സുരനുദ കല്യാണി. അപ്പം ഇത്രയും മനസ്സിലായില്ലേ? ഒന്നുകൂടെ നോക്കാം. ഗ ഗ പ പ പരവീണ മൃദു ണി സുരുചിരഭം ഹരവേണി സുരനുദ കല്യാണി നിരുപമ ശുഭഗുണലോല. പക്ഷെ ഇത് നിങ്ങൾക്ക് ഈ സാഹിത്യം പാടിക്കൊണ്ട് സ്വരം പാടിക്കൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങൾ സ്വരം നന്നായിട്ട് പാടണം. പാടിക്കൊണ്ട് സ്വരം വായിക്കാനും നിങ്ങൾ പഠിക്കണം. പഠിച്ചിട്ട് വേണം നമുക്ക് ഈ സാഹിത്യം ഇതുപോലെ ചെയ്യാൻ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ സ്വരം നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ സ്വരം കംപ്ലീറ്റ് ചെയ്തു, നൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്ത് തീർന്നു. ഇനി നമുക്ക് ഇത് നിങ്ങളൊന്ന് നന്നായിട്ട് വായിച്ച് നോക്കാം. നമുക്ക് എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ സാഹിത്യം നമുക്ക് വായിച്ചുകൊണ്ട് പാടിത്തരാം. കാരണം വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് പഠിക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി പഠിച്ച് തീർക്കാവുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം.